ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മളെന്തായാലും കളിക്കാനായിട്ട് നമ്മളെന്തായാലും പോകണമെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഗ്രാനി വണ്ണുകാരനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഗ്രാനി വണ്ണിലെ കണക്ക് ഗൈസ് നമ്മൾ മാക്സിമം എന്തായാലും നമ്മുടെ എസ്കേപ്പ് കണക്ക് എന്തായാലും ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ എന്ത് എസ്കേപ്പ് ചെയ്യണമെന്ന് തന്നെ എന്തായാലും എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. നമ്മൾ ഏത് എസ്കേപ്പ് ചെയ്താലും അതിൽ ഏതെങ്കിലും ഒരു സാധനം മിസ്സായിരിക്കും ഗൈസ്. ഒക്കെ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലായിട്ട് ആരെയും നമ്മുടെ ചാനലിലായിട്ട് ആരെയും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നോട്ടിഫിക്കേഷൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്തും കൂട്ടുകാർക്കൊക്കെ മാക്സിമം എന്തായാലും നിങ്ങളെന്തായാലും ഷെയറുകളൊക്കെ എന്തായാലും ചെയ്തെന്തായാലും കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗെയിമിലില്ല സത്യത്തിൽ കേസ് എന്തായാലും ഒരു എസ്കേപ്പും കൂടെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗെയിമിലാണെങ്കിൽ ഏതൊക്കെയാണ് എസ്കേപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ മെയിൻ ഗേറ്റ് എസ്കേപ്പ് കണക്കാണ്. ഓക്കെ, സോറി, നമ്മുടെ മെയിൻ ഡോർ എസ്കേപ്പ് കണക്കെ ആണ് കേസ് ഒന്നാമത്തെ എസ്കേപ്പ് എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ എസ്കേപ്പ് എന്ന് പറയണ കേസ് നമ്മുടെ കാർ എസ്കേപ്പ് കണക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കാർ എസ്കേപ്പിൽ കണക്കെ എന്തായാലും കുറേ സാധനങ്ങൾ നമുക്ക് എന്തായാലും വേണ്ടി വരും. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു എസ്കേപ്പ് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ആ ഒരു എസ്കേപ്പിൻ്റെ പേരും കണക്കെയാണ് ബങ്കർ എസ്കേപ്പ്. ഓക്കെ, നമ്മുടെ ഏതാണ് മറ്റേ ഒരു സ്പൈഡർ ഗ്രാനി ഇല്ലേ, സ്പൈഡർ ഗ്രാനി, നമ്മുടെ സ്പൈഡർ ഗ്രാനി കണക്ക് കിടക്കണ ആ ഒരു ഏരിയയിലായിട്ടാണ് കേസ് നമ്മുടെ ആ ഒരു സംഭവം കണക്ക് എന്തായാലും ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂം കണക്കനുസരിച്ച് തുറന്നിട്ടിരിക്കുക. എന്നിട്ട് നമുക്ക് താഴെ ഫുള്ള് പോയി സെർച്ച് ചെയ്ത ബുക്ക് പോയി എടുത്തിട്ട് വരാം. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമ്മളെന്തായാലും എസ്കേപ്പ് ചെയ്യുന്നത് ഒന്നിൽ നമ്മൾ ബങ്കർ എസ്കേപ്പ് ചെയ്യും. ബങ്കർ എസ്കേപ്പിന് നമുക്ക് ആകെ കൂടെ വേണ്ടതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ആ ഒരു ഇതാണ് കേസ്. ഒക്കെ നമ്മുടെ ആ ഒരു റെസ്റ്റി പാർട്ട്ലോക്കി, പിന്നെ നമ്മുടെ മറ്റേ സാധനമൊക്കെ എൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ ആ ഒരു കട്ടിങ് നമ്മുടെ ചെയിൻ കട്ടർ കണക്കാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഇത്രയും സാധനം മാത്രം മതി കേസ് നമുക്ക് നമ്മുടെ ഈ ആ ഒരു എസ്കേപ്പ് കണക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും തന്നെ നമുക്ക് എന്തായാലും വേണ്ട കേസൊക്കെ ഇതെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ എസ്കേപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു വീട് ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിലോട്ട് എന്തായാലും പോകാം കേസ്. നമ്മളെന്തായാലും ബാത്റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇല്ല കേസൊക്കെ കണ്ട ഫുള്ളായിട്ട് എന്തായാലും കാലിയെ കിടക്കണം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവണേ ഇതും ഇല്ല കേസൊക്കെ. ഇവിടെ ഒന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമ്മുടെ റൂം ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഈ ഒരു അലമാര ഈ സാധനം തുറന്നു നോക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഫുള്ളായിട്ട് തുറന്നു നോക്കി. ഓക്കെ കേസ്, അവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇരിപ്പുണ്ട്. ആ സ്ക്രൂ ഡ്രൈവർ അങ്ങ് എടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു വഴി കൂടെ കയറി നമുക്ക് ഫുള്ളായിട്ട് സെർച്ച് ചെയ്യട്ടെ. ഇവിടെ എന്തായാലും ഒന്നും തന്നെ ഇല്ല. നമുക്ക് താഴോട്ട് എന്തായാലും പോകാം. ഓക്കെ കേസ്, ഇവിടെ മറ്റേ ബുക്ക് കണക്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു ബുക്കില്ല, ഈ ഒരു ബുക്ക് നൈസായിട്ട് എന്തായാലും അവിടെ കൊണ്ടെന്നാലും വെച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ, ഈ ഒരു ബുക്ക് കണക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു സ്പൈഡർ കീ കണക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത് 2-3 ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടിയിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഏരിയ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്യാം. നമുക്ക് എന്തായാലും പറ്റുമെങ്കിൽ നമ്മുടെ ഒരു ബങ്കർ എസ്കേപ്പ് കണക്കെ എന്തായാലും ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഇതെന്താണ് നമുക്ക് എന്തായാലും പറ്റണ പോലെ നമുക്ക് മാക്സിമം ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെന്തായാലും നൈസായിട്ട് എന്തായാലും വലിച്ചിളക്കാം, തുറക്കൂ. ഇവിടെ നമ്മുടെ ടെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടെഡി നമുക്ക് എന്തായാലും വേണം കേസൊക്കെ. ടെഡി എന്തായാലും നമുക്ക് ടെഡി നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ ഈ ഒരു റൂമിൽ ഇവിടെ കൊണ്ടിടാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഫുള്ളായിട്ട് നമുക്ക് അരിച്ച് പറക്കാം കേസ്. എന്തെങ്കിലും കിട്ടാതിരിക്കാൻ വഴിയില്ല. ഓക്കെ, നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ, കാർ എസ്കേപ്പ് ചെയ്യേണ്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ, വേറൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഫുള്ള് നോക്കാം. ഓക്കെ, ഈ സമയം നമ്മുടെ പീസ് ഓഫ് പെയിൻറ്റിങ്. ഇത് നമുക്ക് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. കാരണം വെച്ചാൽ നമ്മളാണ് ഈ ഒരു സാധനം 5 എണ്ണം ഇനി കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചത്താൽ എക്സ്ട്രാ നമുക്ക് ബോണസായിട്ടൊരു എക്സ്ട്രാ ലൈഫ് കൂടെ തരും. അങ്ങനെയാണ് സംഭവിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഏരിയ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും ആ ഏരിയ ഫുള്ളായിട്ട് നമ്മളെന്തായാലും സെർച്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ടാകട്ടെ. എന്നിട്ട് നമ്മൾ നേരെ എന്തായാലും നമ്മുടെ ഗരേജിലോട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ടാക്കി നമ്മുടെ കാറിന് നമ്മൾ കിടക്കുന്ന ആ ഏരിയയിലോട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ടോ. ഈ ഗാരേജ് വല്ലതും ഉണ്ടാകുന്നതാണ് ഞാൻ ഇപ്പോൾ നോക്കണേന്ന് പറയണം. ഈ ഗാരേജിൻ്റെ അതൊന്നുമില്ല. ഞാൻ കാറിൻ്റെ ഈ ഒരു ബാക്കിലത്തെ ഡിക്കി തുറക്കണം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അതൊന്നും വെപ്പൺ കീ, യെസ്, നമുക്ക് വെപ്പൺ കീ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ നമ്മുടെ ചെയിൻ കട്ടർ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. നമുക്ക് എന്തായാലും അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടൊക്കെ. വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. വെപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറേ കൂടെ ഈസി ആയിരിക്കും. ചില നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് എന്തായാലും എടുക്കാനായിട്ട് എന്തായാലും പറ്റുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ടല്ലല്ലോ പോകേണ്ടത്, നമുക്ക് വെപ്പൺ എടുക്കാൻ ഈ ഏരിയയിലോട്ടല്ലേ പോകേണ്ടത്. വെപ്പൺ ഈ സൈഡിലെങ്ങാനായിട്ടാണ് വരണേന്ന് വെച്ചാലൊക്കെ നമ്മൾ എന്തിനായിട്ട് നമ്മുടെ ആ ഒരു ഗ്രാനിയുടെ വീടിൻ്റെ ആ ഒരു അണ്ടർഗ്രൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ
സെർച്ച് ചെയ്തില്ല ട്രിഗറിൻ്റെ ഉദ്ദേശം അവിടെ അടിവശം ഫുള്ളായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് സെർച്ച് ചെയ്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നല്ല വെപ്പണിക്ക് ഇടാക്കാം. യെസ് ഗൈസ്, അവിടെ ക്രോസ് ബോ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇത് എടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമുക്ക് ഏറ്റവും അടിയിലോട്ട് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, ഏറ്റവും അടിയിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു ഇതല്ലല്ലോ, നമ്മുടെ ഈ ഒരു ഏരിയയിൽ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ നമുക്ക് നേരെ ഇതിൻ്റെ അടിയിൽ നമുക്ക് നല്ല റൂമുണ്ടല്ലോ, ആ റൂമിൽ കണക്കെ നമുക്ക് ഈ ഡോറ് കണക്കെ തുറക്കണ്ടേ. ആ ഡോറ് തുറക്കണതിനകത്ത് ഈ വഴി കൂടെ ഒരു സാധനം അടിക്കണല്ലോ. അങ്ങനെ കുറച്ച് കാര്യം ചെയ്യേണ്ടത് കുറച്ച് റിസ്ക്കാണ്. തുറന്ന് കേസൊക്കെ എന്തായാലും നമുക്കെന്തായാലും ഇതെന്തായാലും നൈസായിട്ട് എടുക്കാം കേസൊക്കെ. ഇവിടെ നമുക്കെന്തായാലും ഇവിടെ നമ്മുടെ മറ്റേ നമ്മുടെ മറ്റേ സാധനം ഇവിടെ അത് പോയെന്ന് തോന്നുന്നു കേട്ടാ. നമ്മൾ നേരെ ഇങ്ങനെ അടിച്ച് ആ സാധനം കാണാനില്ല കേസൊക്കെ. നമ്മുടെ മറ്റേ ക്രോസ് ബോയിൽ വെക്കാനുള്ള സാധനം കാണാനില്ല, അതെവിടെയാണ് അത്. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹാമർ കണക്കെ എടുക്കാം. ഓക്കെ, ഈ ഒരു ഹാമർ വെച്ച് കുറേ കളികൾ കണക്കെ ഉണ്ട് കേസൊക്കെ. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഈ ഒരു സാധനം പൊളിക്കാം. ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇതിൻ്റെ അകം ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടാം. യെസ് കേസ്, നമുക്ക് മീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മീറ്റ് നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു സാധനം കണക്കാണ്. ഇനി നമുക്ക് ഈ ഹാമർ വെച്ച് മുകളിലത്തെ സാധനം കൂടെ എന്തായാലും തല്ലി പൊട്ടിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കൂടെ എന്തായാലും നോക്കിയിട്ട് എന്തായാലും വരാം. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ മുകളിൽ കണക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പ്ലാങ്കുകളെല്ലാം അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് പൊളിക്കാൻ കഴിയും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഹാമർ ഇവിടെ ഇടാം. എന്നിട്ട് ഈ ഒരു പ്ലാങ്കിൻ്റെ നമ്മുടെ ഈ ഒരു സാധനമില്ലേ, നമുക്ക് എന്തായാലും ഇതെന്തായാലും ഇവിടെ പ്ലേസ് ചെയ്യാൻ കഴിയും. ഓക്കെ, എന്തായാലും അടിയിലത്തെ ഒരു സാധനമെല്ലാം പൊളിഞ്ഞെന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ കേസ്, ഇവിടെ നിന്ന് എന്തായാലും കേസ് നമുക്ക് വുഡൻ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇവിടെ തന്നെ വ്രഞ്ച് ഇരിപ്പുണ്ട്. ഈ ഒരു വുഡൻ സ്റ്റിക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ബങ്കർ നമ്മുടെ മറ്റൊരു ബങ്കർ എസ്കേപ്പില്ല. ഓക്കെ, ബങ്കർ എസ്കേപ്പിൽ ഒരു ലിവർ വഴി നമുക്ക് എന്തായാലും തുറന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അതിനുള്ള ഒരു സാധനമാണ്. നമുക്കിത് ഇവിടെ നേരെ താഴോട്ട് എന്നാലും ഡ്രോപ്പ് ചെയ്ത് എന്തായാലും ഇടാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ത് എസ്കേപ്പാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇതും കൂടെ അങ്ങ് താഴെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഹാമർ ഇവിടെ കിടപ്പുണ്ട്. ഹാമർ വെച്ച് ഒരു കളിയുണ്ട്. ഓക്കെ, അത് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച സംഭവമാണ്. ഓക്കെ, ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. നമുക്കിത് അടിച്ച് തല്ലി പൊട്ടിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് തല്ലി പൊട്ടിച്ചെന്ന് പറയുമ്പോൾ ഒന്നും കിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. എന്തായാലും ഹാമറും കൂടെ താഴെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കിനി നേരെ പതുക്കെ നമുക്ക് പോകാം. മാക്സിമം ലൈഫ് നമ്മളെന്തായാലും വെച്ചിരിക്കണം കേസ്. ഓക്കെ, ഇനി ഈ ഒരു ഏരിയ സെർച്ച് ചെയ്യണം. നമ്മുടെ സ്ലെൻഡറിയുടെ പാവ എവിടെ കൊണ്ടുവന്നാലും ഇടണം. ഗൈസ്, കാർ കീ. നമുക്കപ്പോൾ ഈ ഒരു കാർ കീ ഇട്ട് കാർ എന്തായാലും തുറന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു പാവയും കൂടെ എടുത്തിട്ട് എന്തായാലും വരാം. ഓക്കെ ഇപ്പോൾ അല്ലേ ഗൈസ്, നമ്മുടെ ഈ ഒരു സ്ക്രൂ ഡ്രൈവറുകളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫൈനലി നമ്മുടെ സ്ക്രൂ ഡ്രൈവറുകളൊക്കെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും വേണ്ട ഒരു സാധനം തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു സാധനം നൈസായിട്ട് ഇവിടെ നിന്ന് എടുത്ത് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തായാലും കാർ കീ എടുത്തുകൊണ്ട് നമുക്ക് നേരെ താഴെ പോയിട്ട് നമ്മുടെ കാർ. ഓക്കെ, കാറും കണക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും തുറക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് കാറും കണക്കെ തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും നമ്മുടെ കാറിൻ്റെ. ഷെഡിലോട്ട് വഴി ഇടുന്ന ഇതായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ കാറിൻ്റെ അടുത്ത് വന്നിട്ട് കാർ നൈസായിട്ട് തുറക്കാം ഗൈസ്. ഓക്കെ, അതേമാതിരി കാറിൽ നിന്ന് എന്തെങ്കിലും കിട്ടണേ. മെലനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും മെലൻ എടുക്കാം. ഓക്കെ, മെലൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കീ ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും മെലൻ എന്തായാലും ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് നമുക്ക് അത് തുറക്കാം. എന്നിട്ട് മെലന് പൊട്ടിച്ചെന്നാലും വരാം. ഓക്കെ ഗൈസ്, നമുക്കില്ല ഗൈസ് നമ്മുടെ പാഡ്ലോക്കി നമുക്ക് ഫയൽ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ പാഡ്ലോക്കി കണക്കെ വെച്ച് നമുക്ക് എന്തായാലും നമ്മുടെ ഡോറും തുറക്കാനും അടിയിലത്തെ ഒരു കാറിൻ്റെ ഗ്യാരേജിൻ്റെ വെളിയിലുള്ള അതും തുറക്കാൻ എന്തായാലും പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നല്ല കേബിൾ കണക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാഡ്ലോക്കിയിട്ട് തുറന്ന് ഇനി നമുക്ക് ആകെ വേണ്ടതെന്ന് വെച്ചാൽ മാസ്റ്റർ കീ മാത്രമാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ പാഡ്ലോക്ക് കോഡ് വേണം. അത് നമുക്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. അത് മുകളിൽ എന്തായാലും കിടക്കണം. മാസ്റ്റർ കീയുടെ മാത്രം മതി. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ കീ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ഫുള്ളായിട്ട് സെർച്ച് ചെയ്യായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു കിച്ചൺ ഉണ്ട്, ഇത് മൊത്തത്തിൽ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ബേർഡ് സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേർഡ് സീഡിന് ഇവിടെ എന്തായിരുന്നു, കോബ് വീലായിരുന്നു അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇവിടെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് എന്താണ് ഒന്നെന്നൊക്കെ എഴുതി വെച്ചേക്കണം, അത് എനിക്കറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഷോർട്ട് ഗൺ അപ്പോൾ റെഡിയാക്കാൻ പറ്റുമോ. ഷോർട്ട് ഗണ്ണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഒരു ഗ്രാനി ഇല്ലേ, സ്പൈഡർ ഗ്രാനി, അവരെ കൊല്ലാൻ പറ്റുമോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വീൽ ക്രാങ്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിൽ നിന്ന് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഗൈസ്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട്
സാധനങ്ങളെല്ലാം കിട്ടിയതിന് കൊള്ളായതൊക്കെ. മാസ്റ്റർ കീ ഇവിടെ കിട്ടിയാൽ മാത്രം മതി നമുക്ക് എസ്കേപ്പ് ആവാം ഗൈസൊക്കെ. അയ്യോ മാസ്റ്റർ കീ കിട്ടണേ. നമുക്കെന്തായാലും നമ്മുടെ വെളിയിലോട്ട് ഫുള്ളായിട്ടൊന്ന് ഇറങ്ങി നോക്കാം ഗൈസൊക്കെ. നമുക്കെന്തായാലും ഇതാണ് നമ്മുടെ പ്ലേ ഹൗസ്. ഓക്കെ, ഇവിടെ 2 കോബ് വീലുകളൊക്കെ വെക്കണം. ഓക്കെ, ഒരെണ്ണം നമുക്ക് കിട്ടി. നമുക്ക് പിന്നെ ഒരു വ്രഞ്ചില്ല, വ്രഞ്ച് നമുക്ക് എന്തായാലും വേണം. പിന്നെ ഇത് പൊട്ടിച്ചൊക്കെ സ്പാർക്ക് പ്ലഗ് കിട്ടി കേട്ടോ. നമുക്കെന്തായാലും ഇതെന്തായാലും തുറക്കാം. ഓ, ഇവിടെ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉണ്ട് ഗൈസൊക്കെ. ഇവിടെ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതെടുക്കാം ഗൈസൊക്കെ. എന്തെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്യണം. ഓക്കെ, ഗ്യാസ് നമുക്ക് എന്തായാലും കാറിൻ്റെ കുറച്ച് സാധനം കൂടി ഇനി എന്തായാലും വേണം. ഓക്കെ, കാറിൻ്റെ ഒരു വ്രഞ്ചില്ലേ, വ്രഞ്ച് എവിടെയായിരുന്നു? വ്രഞ്ച് എവിടെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസൊക്കെ. വ്രഞ്ച് എവിടെയോ ഉണ്ട് ഗൈസൊക്കെ. നമുക്ക് നല്ല വ്രഞ്ചും കൂടെ കിട്ടിയാൽ ഓക്കെയാണ്. കാർ എസ്കേപ്പുകളൊക്കെ ചെയ്യാം. ഒത്തിരി ഐറ്റംസുകളൊക്കെ കിട്ടിയാണ്. നമുക്കിത് ഫുള്ളായിട്ട് നോക്കി നോക്കാം. ഓ, പ്ലേ ഹൗസ് കീ. യെസ് ഗൈസ്, നമുക്കിനി ഒരു കോബ് വീല് കൂടെ മാത്രം മതി നമ്മുടെ പ്ലേ ഹൗസ് കീ നമുക്കെന്തായാലും ചെയ്യാനായിട്ടൊക്കെ. നമുക്കെന്തായാലും വെളിയിൽ പോയി നമുക്ക് ഒരു പ്ലേ ഹൗസ് നമുക്ക് നൈസായിട്ട് എന്തായാലും അൺലോക്ക് ചെയ്യാം ഗൈസൊക്കെ. പക്ഷേ എൻ്റെ പൊന്നെ, നമുക്കെന്തായാലും പ്ലേ ഹൗസ് കണക്ക് നൈസായിട്ട് അൺലോക്ക് ചെയ്യാം. യെസ് സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ പ്ലേ ഹൗസുകളൊക്കെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ വിട്ടിരിക്കാം. നമുക്കിനി എന്തായാലും മിസ്സിങ് ആയിട്ടുള്ള കോബ് വീല് കണക്ക് കൊണ്ടുവരണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യും. നമുക്കാണെങ്കില്ല നമ്മുടെ കാർ എസ്കേപ്പില്ല, അത് നമുക്കെന്തായാലും ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. പാഡ്ലോക്ക് കിട്ടി, നമ്മുടെ സ്പാർക്ക് പ്ലഗ് കിട്ടി, അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടി. അങ്ങനെ കുറേ സാധനങ്ങൾ എന്തായാലും കിട്ടി. കാർ എസ്കേപ്പ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ടായിട്ട്. ഇതെന്താണ് വഴി തെറ്റിപ്പോയല്ലോ, ഇതെന്താണ്? ഓക്കെ, നമുക്ക് എല്ലാ സാധനവും ഉണ്ട്. പിന്നെ എൻജിൻ പാത്ത്, അതുപോലെ തന്നെ വ്രഞ്ച് എല്ലാം കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും കാർ എസ്കേപ്പ് കണക്ക് എന്തായാലും ചെയ്യുക കേട്ടോ. അതാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ എല്ലാ സാധനവും കിട്ടി, പക്ഷേ ബാറ്ററി കിട്ടിയില്ല ഗൈസ്. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി സത്യത്തിൽ. എൻ്റെ പൊന്നെ, നമുക്ക് ബാറ്ററി കൂടെ മാത്രം മതി. ബാറ്ററിയും കൂടെ മതിയെങ്കിൽ നമ്മളെന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും ഗൈസ്. ഓക്കെ, ബാക്കി എല്ലാം സെറ്റപ്പാണ്. ഓക്കെ, നമ്മുടെ ഏതാണ് ഇതെന്തായിരുന്നു? പാഡ്ലോക്ക് അല്ലേ നമ്മുടെ ഏതാണ്? സ്പാർക്ക് പ്ലഗ് അല്ലേ? അത് നമുക്ക് ഇവിടെ വയ്ക്കാം. എവിടെയാണ്? ഓക്കെ, സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഗ്യാസ് അല്ല, എനിക്ക് അത് ബാക്കിലാണ് ഒഴിക്കേണ്ടതെന്ന് പറയണം. ഓക്കെ, ഇതിൽ നമുക്ക് എന്തായാലും ഒഴിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഫുൾ ടാങ്ക് കണക്ക് നമ്മളെന്തായാലും അടിക്കുകയാണ്. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കണക്ക് വെച്ചോ. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഫുൾ ടാങ്ക് കണക്ക് എന്തായാലും അടിക്കാം കേസ്. ഓക്കെ ഓക്കെ യെസ്. ഓക്കെ, ഇത് ഫുള്ള് കാലിപ്പെട്ടിയാണ്, നമുക്കിവിടെ ഇടാം. എല്ലാം കഴിഞ്ഞ കേസ്. ഇനി നമ്മുടെ ഈ ഒരു പാർട്ട് എടുത്ത് ഈ സാധനം അൺലോക്ക് ചെയ്താൽ നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവാൻ കേസ്. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേസ്, നമ്മുടെ ബാറ്ററി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല കേസ്. ഓക്കെ, ബാറ്ററി ഉണ്ടായാലല്ലേ കാർ ഓടും. ഓക്കെ, കാർ ഓടുമെന്ന് എനിക്കറിയണം. നമുക്ക് എന്തായാലും ബാറ്ററി ഇല്ലാതെ ഓടിക്കാൻ നോക്കാം. ഓ പറ്റില്ല കേസ്. ഓക്കെ, ബാറ്ററി ഇല്ല കേസ്. ഓക്കെ, ബാറ്ററി കൂടെ കിട്ടിയാൽ പൊളിച്ച് മോനെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കും. ഓക്കെ, ബാറ്ററി ഇപ്പോൾ ഇവിടെ പോയി ഉണ്ടാകുന്നു തോന്നുന്നു, എനിക്കറിഞ്ഞൂടെ കേസ്. മിക്കവാറും നമുക്ക് മറ്റേ അണ്ടർഗ്രൗണ്ട് ഏരിയയിലോട്ട് പോവേണ്ടി വരും കേട്ടോ. അവിടെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും രണ്ടും കളിപ്പിച്ച് പോകാം. നമുക്കൊരു കാര്യം ചെയ്യാനും വേണ്ടി നമ്മുടെ ഷോർട്ട് ഗണ്ണില്ല, അതെന്തായാലും ഒന്ന് റെഡിയാക്കാം. മിക്കവാറും ഷോർട്ട് ഗണ്ണിട്ട് മറ്റേതാണ് മറ്റേ സ്പൈഡർ ഗ്യാനിയെ വെടിവെച്ച് ചിലപ്പോൾ അവർ ചാവുമായിരിക്കും. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയണമെന്ന് വെച്ചാലൊക്കെ. നമുക്ക് എന്തായാലും ഷോർട്ട് ഗണ്ണ് പോയി ഒന്ന് റെഡിയാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ മറ്റാര് വലിയ നമ്മുടെ ഒരു സ്പൈഡർ ഗ്യാനിയുടെ ആ ഒരു ഏരിയയിലോട്ട് നമ്മളെന്തായാലും പോവുകയാണ് ഗൈസ്. നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടൊക്കെ. നമ്മളെന്തായാലും നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അതുപോലെ ഇതെല്ലാം നമ്മളെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടൊക്കെ. സാധാരണ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാറുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഇപ്രാവശ്യം ഇല്ല. ഓക്കെ, നമുക്ക് ഗണ്ണ് ഇവിടെ വെച്ചിരിക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ കണക്ക് നമുക്ക് എന്തായാലും എടുത്ത് കറക്റ്റായിട്ട് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് എന്തായാലും എടുത്ത് എറിയാം ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു വീൽ ക്രാങ്ക് കൂടെ എടുത്ത് എന്തായാലും ഇടാം ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഗണ്ണും കൂടെ എന്തായാലും എടുക്കാം ഗൈസ്. ഒക്കെ അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷെ എൻ്റെ പൊന്നെ, സ്പൈഡറെങ്ങാൻ ഈ സമയത്തൊന്ന് ചാടിത്തന്നാൽ നമ്മുടെ കാര്യം തീർന്നു ഗൈസ്. ഓക്കെ, ഒന്നും പറയണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഏരിയ ഫുള്ളായിട്ട് ജസ്റ്റ് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും ഈ ഏരിയ ജസ്റ്റ് ഒന്ന് തുറന്നിടാം ഗൈസ്. ഓക്കെ, കാരണം നമുക്ക് അതിലേക്കൂടെ ചാടി രക്ഷപ്പെടാനുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് പോലെ നമ്മുടെ ഒരു സ്പൈഡർ ഗ്യാൻ ഇതാ പോവേണം, അവരെ അടിച്ചിടാൻ നമുക്ക് പറ്റുമോ നോക്കി നോക്കാം. ഏതോ വഴിക്ക് പോയി. അയ്യോ പണിപാളിയടാ, എൻ്റെ കയ്യിലുള്ള ഉണ്ട തീർന്ന്. എൻ്റെ പൊന്നെ കണ്ട വഴിയോട്. ഓ, ഈ ഏരിയയിലോട്ടൊന്നും അവർ വരില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ സ്ക്രൂ ഡ്രൈവറാണ് അത്യാവശ്യം. ഓക്കെ, നമുക്ക് നേരെ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമ്മുടെ മറ്റേ ഏരിയയിലോട്ട് പോവാം. ഗ്രാനി എങ്ങാനും ചാടി തന്നാൽ തീർന്ന്. എൻ്റെ അമ്മോ പണിപാളിയടാ.
തീർന്നു. ചോദിച്ചാടാം. രക്ഷപ്പെട്ട് ഗൈസ്. ഇനി നമ്മൾ വീണ്ടും അടിയിലോട്ട് പോകണം. എന്ത് കഷ്ടമാണല്ലേ. പക്ഷെ എൻ്റെ പൊന്നെ, നമ്മൾ പിന്നെ വന്നു ഗൈസ്. ഓക്കെ, നമുക്കപ്പം നൈസായിട്ട് ഇവിടെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് തിരിച്ചു പോകാം. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇപ്രാവശ്യം രക്ഷപ്പെടാൻ പറ്റുമോ. ഓക്കെ, ഒരു അറ്റംപ്റ്റ് പോലും നമ്മൾ ഇതുവരെയായിട്ട് വേസ്റ്റ് ആക്കിയിട്ടില്ല. ആരുമില്ലല്ലോ. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി വല്ലതും ഉണ്ടായില്ല. പണി പാടടാ. ഒന്ന് നോക്കണ്ട, ഇതിൻ്റെ അകത്ത് കയറിക്കോ. ഇവിടെയാണ് മറ്റേ വീൽ. യെസ്, ബാറ്ററി. യെസ്, ബാറ്ററി കിട്ടി ഗൈസ്. നമുക്കിനി രക്ഷപ്പെടാം ഗൈസ്. ബാറ്ററി മാത്രം മതി ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പോവാണ്. ബാറ്ററി കിട്ടി ഗൈസ്. ഓക്കെ, ഇനി കാർ ഓണാക്കാം. യെസ്, എല്ലാം ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വണ്ടിയുടെ ബോണറ്റ് അടയ്ക്കാം, വണ്ടി കയറാം, സ്റ്റാർട്ട്. അതിനേട് കാർ കീ വേണമല്ലേ. കാർ കീ ഇതിൻ്റെ ബാക്കി കിടക്കുകയാണ്. ഇനി പോകാൻ പറ്റുമോ. യെസ്, റിവേഴ്സഡ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഇതിപ്പോൾ എന്താണ്. നമ്മൾ പാട്ടിലൊക്കെയിട്ട് തുറന്നില്ലേ. ഇതിപ്പോൾ എന്താണ്. ദൈവമേ, അവസാനമായിട്ട് എനിക്കിട്ട് പണി തരുമോ. കൂടാ, നമ്മൾ ഈ ഷട്ടർ തുറക്കണം, എന്നാലല്ലേ പോകാൻ പറ്റുമോ. ഫോർവേഡ് പോകും. പറ്റിയില്ല. ഓക്കെ, റിവേഴ്സ് എടുക്കാം. ഫുൾ അങ്ങോട്ട് ഇടിച്ചേറ്റാം. ഓക്കെ, ഒന്നുകൂടെ പോവാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഗ്രാനിയുടെ വീട്ടിൽ നമ്മളങ്ങനെ എസ്കേപ്പ് ആയേക്കാണ്. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. യെസ് ഗൈസ്, ഓക്കെ, നമ്മളങ്ങനെ ഗ്രാനിയുടെ വീട്ടിൽ നമ്മളങ്ങനെ എസ്കേപ്പ് ആയേക്കാണ്. അത് നമ്മുടെ പ്രാക്ടീസ് മോഡിൽ നമ്മുടെ കാർ എസ്കേപ്പിൻ്റെ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ ഒരു ബങ്കർ എസ്കേപ്പും പിന്നെ നമ്മുടെ മറ്റേ ഒരു മെയിൻ ഡോർ എസ്കേപ്പും കൂടെ മാത്രമേ ഉള്ളൂ. അത് നമ്മളെന്തായാലും ഉടനെ തന്നെ നല്ല ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.